ആഹാ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? പാക്കിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. 12:30 ട്രെയിനാണ്, 12:15 അപ്പോ പോവാണ്. കല്യാണ പെണ്ണാണ് ഞങ്ങളുടെ അല്ലേ? അടുത്ത മാസം കല്യാണം കഴിച്ചിട്ട് വന്നത് തന്നെ. എന്തേ ഇത് കണ്ടോ, ഇവളെ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളുമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഈ സാധനങ്ങളുടെ ഒക്കെ ഇരുത്ത കണ്ടിട്ട് എൻ്റെ ഒരു ഡൗട്ട്, ഇവളെ അവളുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാണോ എന്ന്. കാരണം അത്രയ്ക്കും ഉണ്ട് കേട്ടോ ലഗേജ്. ഞാനും ഇവളുമായിരുന്നു വന്നപ്പോൾ തൊട്ടൊരു ഗ്യാങ്. കാരണം ഫസ്റ്റ് ഞാൻ ഈ റൂമിലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഞാൻ ഇവളെ ആയിരുന്നു. ഞാൻ വരുന്നതിന് 2 ആഴ്ച മുമ്പ് മാത്രമായിരുന്നു ഇവള് വന്നത്. അങ്ങനെ എല്ലായിടത്തും കറങ്ങാൻ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. ഓ, ഇപ്പം എങ്ങോട്ടാ പോകുന്നത്? അതെ അതെ, ഇതിപ്പോ ലാസ്റ്റ് മോഷണാണ് കേട്ടോ. ഇന്നൂടെ കഴിഞ്ഞ പിന്നെ മോഷണമില്ല കൊച്ചിന്. ഇതാണ് എൻ്റെ സത്രം അല്ലേ കുട്ടാ? ഇതാണ് എൻ്റെ ബേക്കറി. ഇനി കുട്ടിക്ക് എന്താ വേണ്ടേ? എങ്ങനെ എൻ്റെ കോൺഫ്ലവർ എടുക്കുകയാണ്. ഇപ്പൊ ചത്തേത് ഇത്ര സാധനം കണ്ടെങ്കിൽ നെറ്റിയോടി. ഒരു വർഷത്തേക്കുള്ള ഉണ്ട്. ഒരു വർഷത്തേക്കുള്ള എടി, ആൾക്കാരെ വിളിക്കുന്നില്ലേ കല്യാണത്തിന്? വിളിക്കാം. തൃശ്ശൂർക്കാര് ഇതിലെ അതിലാണോ ഇപ്പൊ എല്ലാവരും എന്റെ കല്യാണത്തിന് മെയിൻ രണ്ടിലാണ്. ഓക്കെ, എല്ലാരും വരണം. എല്ലാവരും വരണം. മറ്റേ ഡയലോഗ് നിന്റെ മറ്റേ മാങ്ങ കൊടുത്തപ്പോലുള്ള ഡയലോഗ് ഫുഡ് ഉണ്ടാക്കുമ്പോഴാണ്. നീ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പറഞ്ഞോ. എന്തായിരുന്നത്? എല്ലാരും അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ഫുഡ് എടുത്തോണ്ട് വരട്ടെ. റെഡി. നൈറ്റിനുള്ള കുട്ടിയാണ്, ഒന്നും കരുതരുത്. ഇതെങ്ങനെ കഴിക്കുന്നു ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് ഇവിടെ എന്തൊക്കെ മിസ് ചെയ്യും? എനിക്ക് എന്റെ സ്പേസ് മിസ് ചെയ്യും, റൂം മിസ് ചെയ്യും, ഫ്രണ്ട്സിന് മിസ് ചെയ്യും. വേറെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മിസ്സിംഗ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ 1-2 മാസമല്ലേ ഉള്ളൂ വന്നിട്ട്. നമ്മുടെ ഹോസ്റ്റലോ? അതല്ലേ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്റെ ഒരു സ്പേസും ഇവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സിനെ മിസ് ചെയ്യും. കൊട്ടിട്ട് പോയോ? പോയോ? ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോകും. ഞങ്ങളുടെ കൂട്ടത്തിലെ അഭിനയ സിംഹമാണ്. അതെ, ഇതോ എങ്ങനെയുണ്ട്? ഈ കൂട്ടത്തിൽ ഏറ്റവും പാവം ആരാടി? ഗായത്രി. ഏറ്റവും ഭയങ്കര ആരാടി? ലവൽ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ്. അപ്പവും തക്കാളി ചട്നിയും പിന്നെ ചായയും. ഇത് ഓരോ ദിവസം ഓരോന്നായത് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടാ. ബൈ ബൈ. ഇങ്ങോട്ടോടെ മാങ്ങ പോലെ അവിടെ മാങ്ങ വെച്ചിട്ട് പോയി. അപ്പൊ നല്ല മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ശരിയാ, കൂടെ ഉള്ളപ്പം നമ്മൾ അതിൻ്റെ വില മൂല്യം മനസ്സിലാക്കത്തില്ല. അത് ഏത് കാര്യത്തിലായാലും, ഫ്രണ്ട്ഷിപ്പിലായാലും
പ്രണയത്തിലായാലും എന്തിലായാലും കയ്യിലുള്ളപ്പം നമുക്കതിൻ്റെ വില മനസ്സിലാകത്തില്ല. അത് കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റേതായ ഒരു അല്ലേ വിഷമം മനസ്സിലാകുന്നത്. നമ്മൾ കൂടെ ഉള്ളപ്പം ചിലപ്പോൾ ദേഷ്യപ്പെടും, വഴക്കിടും, എപ്പോഴും അടിയായിരിക്കും, കണ്ണി കണ്ട നേരം അടിയായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ, എപ്പോഴും കാണും. പക്ഷെ ഇപ്പം അവരകലുമ്പോഴായിരിക്കും നമുക്കതിന് നമ്മൾ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുക അല്ലേ, അത് മറ്റുള്ളവരെ എത്രമാത്രം ഹാപ്പി ചെയ്യും. പക്ഷെ അവൾ പോയപ്പോൾ എന്തോരോ വല്ലാത്ത മിസ്സിങ് അല്ലേ. ഇപ്പം എന്താ പരിപാടി? സ്റ്റഡി.